IRB കമാൻഡോ വിങ്ങിലേക്ക് മുമ്പ് ഒരു ഇൻഡ്യൂറൻസ് ടെസ്റ്റ് നടത്തിയ കാര്യം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഇൻഡ്യൂറൻസ് ടെസ്റ്റിൻ്റെ മുമ്പ് നടത്തിയ ഡേറ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അപ്പോൾ അന്ന് പങ്കെടുക്കാൻ സാധിക്കാത്ത, നിങ്ങൾക്ക് തന്നിട്ടുള്ള അഡ്മിഷൻ ടിക്കറ്റിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഡേറ്റിൽ ഇൻഡ്യൂറൻസ് ടെസ്റ്റിന് എത്താൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും ഒരു സന്തോഷ വാർത്തയുമായിട്ട് കേരള PSC വന്നിട്ടുണ്ട്. പുതിയൊരു അപ്ഡേറ്റ് ആണ് കേരള PSCൻ്റെ ഭാഗത്തു നിന്ന് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. മുമ്പ് ഇൻഡ്യൂറൻസ് ടെസ്റ്റിന് തക്കതായ കാരണങ്ങൾ കൊണ്ട് പങ്കെടുക്കാൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇനി ഒരിക്കൽ കൂടി അവസരം നൽകുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു അപ്ഡേറ്റിൻ്റെ മുഴുവൻ വിവരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. സോ പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ ഉണ്ടായിരുന്നു. സോ പരമാവധി നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തായാലും എന്തൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള അപ്ഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ന് നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് പോലീസ് വകുപ്പിലെ കോൺസ്റ്റബിൾ IRB കമാൻഡോ വിങ്ങിലേക്ക് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികളുടെ കാറ്റഗറി നമ്പർ 136/2022 തസ്തികകളുടെ ഇൻഡ്യൂറൻസ് ടെസ്റ്റ് നടന്നത് 5/7/2022 മുതൽ 2/8/2022 വരെയായിരുന്നു. അപ്പോൾ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ട് ചിലവരൊക്കെ ഇൻഡ്യൂറൻസ് ടെസ്റ്റിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ചിലവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ആ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ഒരു ഇൻഡ്യൂറൻസ് ടെസ്റ്റിൻ്റെ ഡേറ്റും കൂടി പറയുകയാണ്. അതിൻ്റെ കൂടെ പ്രത്യേകം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ടെസ്റ്റിന് പങ്കെടുക്കാൻ സാധിക്കാത്ത കോവിഡ് പോസിറ്റീവ് അല്ലെങ്കിൽ വിവിധ പരീക്ഷ കാരണം, അസുഖം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് പങ്കെടുക്കാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ആയ കാരണങ്ങൾ കൊണ്ട്, അതായത് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് ആ കാരണങ്ങൾ തെളിയിക്കുന്ന, ഒന്നിക്കൽ പരീക്ഷയാണെങ്കിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ്, പിന്നെ അസുഖമാണെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ, ഈ പറഞ്ഞ ഏതെങ്കിലും രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാരണം സഹിതം ബോധിപ്പിക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും അസുഖങ്ങളോ ഇങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇൻഡ്യൂറൻസ് ടെസ്റ്റ് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പുതുക്കിയ ഡേറ്റിൽ പങ്കെടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 23/8/2022 നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അന്ന് രാവിലെ 5 മണിക്കാണ് ഈ ഒരു ഇൻഡ്യൂറൻസ് ടെസ്റ്റ് നടക്കുന്നത്. സ്ഥലം പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ് UPSC ചാക്കി തിരുവനന്തപുരം എന്ന സെൻറ്ററിൽ വെച്ചിട്ടായിരിക്കും ഇൻഡ്യൂറൻസ് ടെസ്റ്റ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമായിട്ടുള്ള അഡ്മിഷൻ ടിക്കറ്റ്, അതിൻ്റെ കൂടെ പിന്നെ ഒറിജിനൽ ID കാർഡും നിങ്ങൾ കരുതേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും, അത് ഒരു അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാത്ത റാങ്കുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട്, നിങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാത്ത റാങ്കുള്ള ഒരാളെ കൊണ്ടാണ് നിങ്ങൾ ഒപ്പിട്ട് വാങ്ങേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അത് ഉണ്ടാക്കേണ്ട രീതിയൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ലൈഫ് ട്രാക്ക് മോട്ടീവിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളും രേഖകളും അതിനോട് കൂടി നിങ്ങൾ എന്തുകൊണ്ടാണ് കാരണം കാണിക്കുന്ന സർട്ടിഫിക്കറ്റും കൂടി നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. എന്നീ സർട്ടിഫിക്കറ്റുകൾ സഹിതം നിങ്ങൾ രാവിലെ 5 മണിക്ക് മുമ്പായിട്ട് തന്നെ ഗവൺമെൻറ് UPSC ചാക്കി തിരുവനന്തപുരം എന്ന സെൻറ്ററിൽ എത്തിച്ചേരേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം 5 മണിക്ക് ശേഷം എത്തുന്നവരെ യാതൊരു കാരണം വെച്ചാലും ഇൻഡ്യൂറൻസ് ടെസ്റ്റ് പങ്കെടുപ്പിക്കില്ല എന്ന് പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡ്യൂറൻസ് ടെസ്റ്റിന് പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഡ്മിഷൻ ടിക്കറ്റ്, അതുപോലെ തന്നെ ID കാർഡ്, ഇത് കൂടാതെ നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ കയ്യിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇൻഡ്യൂറൻസ് ടെസ്റ്റ് പങ്കെടുക്കാൻ മുമ്പ് സാധിക്കാത്തത് എന്ന കാരണങ്ങൾ കാണിക്കുന്ന ഈ ഒരു രേഖയും കൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ 25 മിനിറ്റ് കൊണ്ട് 5 കിലോമീറ്റർ ഓട്ടം ഇൻഡ്യൂറൻസ് ടെസ്റ്റ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. സോ ഈ ഒരു വിവരം നിങ്ങൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക.